എന്നെ കണ്ണു തുറക്കും. അപ്പോഴത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ രാത്രി വിളിക്കണം ശ്രദ്ധിച്ചിട്ടുണ്ട്. നീ രാത്രി തട്ടി വിളിച്ചിട്ട് ആരുടെ ഡോറ് തട്ടി? അമ്മയായിരിക്കും. ഞാൻ കേട്ട്. കേട്ട്. ആരെ വന്ന് നോക്കാം. അമ്മയായിരിക്കും ഓടി. അമ്മ എന്തോന്നു നമുക്കൊരു പ്രേത കഥ പറയാം. ഞാൻ പേടിക്കും. ചിരിച്ചു തരും. ഇല്ല ട്രൂത്ത് ഓർ ഡെയർ കളിക്കണമെന്ന് പറഞ്ഞോട് എന്നെ വിളിച്ചിരുത്തിയ ഇല്ല വേണ്ട. എനിക്ക് ഒറിജിനൽ എല്ലാത്ത ഐറ്റം കേട്ടാലും ഒറിജിനൽ കേട്ടാലും ഞാൻ എന്നാ ഞാൻ ഒരു കഥ പറയാം. പറയട്ടാ? പറയാം. ഒരു ദിവസം രണ്ട് ചേട്ടന്മാർ പണി കഴിഞ്ഞിട്ട്, സ്ഥലം ഞാൻ പറയില്ല, സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ മനസ്സിലാവും. യഥാർത്ഥത്തിൽ നടന്ന കഥയാണ്, രണ്ടുപേര് കണ്ട കഥയാണ്. അപ്പം ഇവർ രണ്ടുപേരും കൈ താത്തിട്. എന്തിനു പേടിക്കുമ്പോഴാണ് ആൾക്കാർ മുഖത്ത് കൈ വയ്ക്കുന്നത്. ഞാൻ പറയാം. ഒരു കാര്യം, രണ്ടുപേരും ഫോൺ സൈലൻ്റ് ആക്കാതെ. സൈലൻ്റ് ആക്കി, ഫുൾ സൈലൻ്റ് ആക്കി. സീരിയസ് ആയിട്ടൊരു പ്രേതകഥ പറയാൻ പോവാണ്. പറയട്ടെ? അങ്ങനെ രണ്ട് ചേട്ടന്മാർ ജോലി കഴിഞ്ഞ്, അതൊക്കെ വേദനിക്കും, മിണ്ടാതിരി. ഒരു കാര്യം പറയാൻ, ഞാൻ കഥ പറഞ്ഞ് തീരുന്നവരെ എഴുന്നേൽക്കുകയോ വേറെ ഒരു കാര്യത്തിൽ ഇൻട്രാക്ട് ചെയ്യുകയോ എന്ത് സൗണ്ട് കേട്ടാലും തിരിഞ്ഞു നോക്കിയോ ഒന്നും ചെയ്ത് വിളിക്കാം നോക്കരുത്. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേട്ടോ, ഒന്നും ചെയ്ത്. ഓക്കെ, ഞാൻ തുടങ്ങുകയാണ്. വേറെ ഒരു ഡൗട്ടും ചോദിക്കും. ഡൗട്ടെല്ലാം കഥ പറഞ്ഞ് തീർന്നിട്ട് അപ്പോഴത്തേക്കും ഈ ചേട്ടന്മാരിങ്ങനെ പണി കഴിഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൂടെ നടന്ന് പാസ് ചെയ്ത് വേണം അവരുടെ വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ ഈ ചേട്ടന്മാരിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നപ്പോഴുണ്ട് അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ബെഞ്ച് ഇട്ടേക്കുമല്ലോ, ബെഞ്ചിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരൊരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, എന്ത് ചേച്ചി ഇവിടെ നിന്ന് കരയണേന്ന് ചോദിച്ചു. ചേച്ചി ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പറഞ്ഞ്, ഒന്നുമില്ലടാ, വീട്ടിൽ ചെറിയൊരു പ്രശ്നം, അങ്ങനെ ഞാനിവിടെ നിന്ന് ഇരുന്നതാണ്, വിഷമം കൊണ്ട് കരഞ്ഞു വേണം. അപ്പോൾ പറഞ്ഞ്, ചേച്ചി എന്തിനു വിഷമിക്കണേ, നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, ഞാനും കൂടെ വരാം, ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഓക്കെ. അത് അടുത്തുള്ള ആൾ സമ്മതിച്ചു. ഓക്കെ ചേച്ചി, ഞാനും കൂടെ വരാം, നമ്മൾ രണ്ടുപേരും കൂടെ വരാൻ, എന്നിട്ട് നമുക്ക് സംസാരിച്ചതിനകത്ത് ക്ലാരിഫിക്കേഷൻ എടുത്ത് അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ കുറേ നേരം നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ച് ചേച്ചി എങ്ങനെ എഴുന്നേറ്റ് നിന്നപ്പോൾ ഉണ്ട് ഇവർ ബാക്കിൽ ചേച്ചി നടക്കുകയായിരുന്നു. എഴുന്നേറ്റിട്ട് ചേച്ചി ഇവരുടെ ബാക്കിൽ നടക്കുകയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരുമാതിരി തീ കത്തുന്നത് പോലത്തെ ഒരു ഫ്ലെയിം അടിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കൂടെ നടന്നോ സൈഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ചുമരിലൊക്കെ അതിൻ്റെ ഒരു പ്രകാശം അടിക്കും, അറിയാവോ, ഫ്ലെയിമിൻ്റെ. ഇവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ചേച്ചിയുടെ വയറിനകം ഒരു റൗണ്ടായിട്ട് നിന്ന് കത്തുന്ന വയറ് മാത്രം. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പേടിച്ച് നിലവിളിച്ച് മുണ്ടൊക്കെ പറിച്ച് ഇവിടുന്ന് ഓടയാണ്. ഓടി ഇവർ കാട്ടിനകത്തൂടെ ഇങ്ങനെ ഓടി റെയിൽവേ ട്രാക്കിൽ കൂടെ ഏകദേശം 1 കിലോമീറ്റർ ഓടുമ്പോഴാണ് ഇവർ വീട്ടിലോട്ട് കയറാനുള്ള ഷോർട്ട് കട്ടാണിത്. വീട്ടിൽ ചെന്ന് കയറിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആദ്യം ഒരുത്തൻ്റെ വീണ്ടും നടയിലെത്തി. ശ്വാസം വിടെല്ലാം അങ്ങനെ വീട്ടിൽ ഭയങ്കര പ്രശ്നമൊക്കെ ആയി, വെള്ളം കുടിച്ചിട്ടും തീരുന്നു. അപ്പോഴാണ് ഇവരുടെ ഭാര്യയും മോനും കൂടെ നടന്നു വരികയാണ്. അപ്പോൾ വീട്ടിലാരും ഇല്ല, അവർ കിണറ്റിൽ നിന്ന് വെള്ളം കൂടി കുടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, അവർ വന്നിട്ട് പെട്ടെന്ന് ചോദിച്ചു, വെപ്രളപ്പെട്ട് ചോദിച്ചു, എന്തു ചേട്ടാ, എന്ത് കാര്യം, നിങ്ങൾ ഇത്രയും വെപ്രളപ്പെടണം, എന്ത് കാര്യം എന്തെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ ചേട്ടൻ പറയുക, എടി നമ്മുടെ അവിടുത്തെ ചേച്ചിയെ പോലെ ഇരുന്ന് എന്തോ പ്രേതോ ആത്മാവോ എന്തോ ആണ്, വേറെ എന്തോ ഒരു ബാധ എന്തോ ആണ്, ഞങ്ങൾ ആ ചേച്ചിയെന്ന് വിചാരിച്ച് സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് തീ പോലെ കത്താൻ തുടങ്ങിയാണ്. ഇവരങ്ങനെ കുറേ നേരം സൈലൻ്റായിട്ട് നിന്നു. എന്നിട്ട് ചേച്ചി പറഞ്ഞു, ഞാൻ ചേട്ടാ ഞങ്ങൾ പണിക്ക് കൊണ്ട് വിളിക്കാം, അന്ന് ഫോണൊന്നുള്ള കാലഘട്ടമില്ല, പറയാൻ പറ്റാത്തതാണ്, നമ്മളെ മറ്റേ ഈ ചേച്ചി എന്നെ മരിച്ചുപോയി, ഇപ്പോൾ അവർ അടക്കത്തിന് തീ കൊളുത്തിയിട്ടാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. അതായത് അവർ ആ ഒരു ഇതിനകത്ത് തീ കൊളുത്തിയപ്പോൾ അവരവിടെ ഇരിക്കുകയാണ്, അതായത് അവർ കരിഞ്ഞു പോവുകയായിരുന്നു. ആ സമയത്താണ് ഇയാൾ കാണുന്നത്. അവർ രണ്ടുപേരും കൂടെ ഏകദേശം ഒരാഴ്ചയോളം പനി പിടിച്ച ആശുപത്രിയിലായിരുന്നു. ഇത് നടന്ന കഥയാണ്.
പന്നി. ഇനി കുഞ്ഞാവയ്ക്ക് അറിയാന്നുള്ളൊരു കഥ പറ. നിനക്കെന്ത് രോമഞ്ചം പറഞ്ഞു? ഇത് കുഞ്ഞാവ ഒരു കഥ പറ. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ സംഭവം. ഒരു ഹോസ്റ്റല്, ഗേൾസ് ഹോസ്റ്റല്. അവിടെ പാൽക്കാരൻ പയ്യൻ. പാൽക്കാരൻ പയ്യനൊന്നുമില്ല, എനിക്കത് വേറെ കഥ കേട്ടുന്നതിന്. ഇത് ആ കഥയല്ല, ഇത് ഹൊറർ സ്റ്റോറിയാണ്. എന്ന് വെച്ചാൽ ഗേൾസ് ഹോസ്റ്റല്, എഞ്ചിനീയറിംഗ് ഗേൾസ് ഹോസ്റ്റലാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന ഒരു അനിയത്തിയും തേർഡ് ഇയർ പഠിക്കുന്ന ഒരു ചേച്ചിയുമുണ്ട്. രണ്ടുപേരും വേറെ വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഹോസ്റ്റൽ ഒരുമിച്ചാണ്, ഒരു റൂമിലാണ്. അപ്പോൾ എന്താണ്, ഒരു ദിവസം പെട്ടെന്ന് ഹോസ്റ്റലിൽ കറണ്ടൊക്കെ പോയി. അപ്പോൾ അനിയത്തി ഉറങ്ങി കിടക്കുന്ന കണ്ടു. ചേച്ചി വന്ന് വിളിച്ചെങ്കിലും ഫുഡ് കഴിക്കാൻ പോവാം, 8 മണിയൊക്കെ ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുമെന്ന് ചേച്ചി പറഞ്ഞു. ചേച്ചി ഫ്രണ്ട്സായിട്ടാണ് വിളിച്ചത്. അപ്പം അവൾ റെസ്പോണ്ട് ചെയ്തു, ഇപ്പം പറ്റത്തില്ല, എനിക്ക് ഇത് എന്തോ അസൈൻമെൻറ്റോ അങ്ങനെ എന്തോ എഴുതണം, പിന്നെ ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അതും കേട്ടിട്ട് പോയി. ഈ കിടന്ന ഇതിലാണ് ആൾ പറഞ്ഞത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് സംസാരിച്ചാണ്, ഒന്നും അറിയാൻ പറ്റത്തില്ല. അവർ പോയി, ഈ മെഴുകുതിരിയും പിടിച്ചുകൊണ്ട് മെസ്സിലോട്ട് പോയി. ഫുഡ് കഴിച്ച് തിരിച്ചു വന്നപ്പോൾ അനിയത്തി അത് കിടപ്പിലാണ്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ടാറ്റ് പറഞ്ഞിട്ട് ചേച്ചിയും കൂടെ പോയി കെട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ അവളുടെ ബോഡി നല്ല തണുപ്പായിട്ട് തോന്നി. അപ്പം വിളിച്ച് ചോദിച്ചു, എന്തെങ്കിലും എൻ്റെ ബോഡി നല്ല തണുപ്പായിട്ടുണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അവൾ പറയാണ് ചിലപ്പം പനിയിൽ എന്തെങ്കിലും ആരംഭമായിരിക്കും എന്ന് ഇങ്ങനെ പറയാണ്. ഒരു അറൗണ്ട് 12 മണി കഴിഞ്ഞെന്നാണ് പറയാൻ. ആ ടൈമിൽ അനിയത്തി പറയാണ്, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം, കൂടെ വരുമെന്ന് ചേച്ചിയോടെ ചോദിക്കുകയാണ്. അപ്പോൾ അവളും കൂടെ പോയി പറയാണ്, ശരി ഞാനും കൂടെ വരാം എന്നും പറഞ്ഞ് ടോയ്ലറ്റിൽ പോയി. അവർ അനിയത്തിലാക്കി. ചേച്ചീനെ പുറത്ത് നിന്നപ്പോൾ ആ ടോയ്ലറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അനിയത്തിയെ പോലെ ആരും കരയുന്ന സൗണ്ട് കേൾക്കാൻ തുടങ്ങി ചേച്ചി. അപ്പോൾ കരച്ചിലൂടെ പറയണേ എന്താണ്, എനിക്ക് നേരത്തെ പറയാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെയാണ് കരച്ചിലൂടെ പറയണേ. അപ്പോൾ ചേച്ചി പോയി തട്ടി, ബാത്റൂമിൽ നിന്ന് തട്ടി, എടി നീയാണോ കരയണേ? അപ്പോൾ റെസ്പോണ്ടില്ല. നീ പറ, നീയാണോ കരയണമെന്ന് തട്ടി വിളിച്ചു നോക്കി. ഫുൾ ഇരുട്ടാണ്, കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ഇല്ല ചേച്ചി ഞാനെല്ലാം കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ, ഇല്ല എനിക്കിവിടെ ആരോ കരയണ സൗണ്ട് കേട്ടു, നമുക്ക് പെട്ടെന്ന് പോവാം, ശരിയല്ല എന്ന് തോന്നി ചേച്ചി വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ വീണ്ടും കടലിൽ പോയി കിടന്നു. രാവിലെ ആയപ്പോഴും അനിയത്തിയെ തട്ടി വിളിക്കാൻ നോക്കി, കാരണം കോളേജ് ഡേ ആണ്, പോകണം. തട്ടി വിളിക്കാൻ നോക്കി, അനിയത്തി എഴുന്നേൽക്കുന്നില്ല. വീണ്ടും തട്ടി വിളിക്കാൻ നോക്കി. അപ്പോൾ വിചാരിച്ചു പനിയല്ലേ, ക്ഷീണമായിരിക്കും, കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അവർ പോയി റെഡിയായിട്ട് വന്നപ്പോഴും അനിയത്തി ആ സ്റ്റേജിൽ കിടക്കുകയാണ്. അപ്പോൾ പറയണം, വീട്ടിൽ പോയി തട്ടി വിളിച്ചു, എഴുന്നേക്ക്, കോളേജ് പോകാൻ ടൈമായി എന്ന് പറഞ്ഞ് ആളിങ്ങനെ തട്ടി തിരിച്ചു നോക്കിയും ആൾ മരിച്ചുപോയി. അത് ഷോക്കായി. നേരെ അത് എന്താണ് ബോഡി കൊണ്ടുപോയി അവർ ബാക്കിയുള്ള കർമ്മങ്ങൾ വെച്ചു. അപ്പോൾ അവളുടെ അമ്മയോ അച്ഛനോ ആരോ എന്തോ പറഞ്ഞു, നമുക്ക് ഓട്ടോപ്സി ചെയ്ത് നോക്കാം, എനിക്ക് എന്തോ ചെറിയ ഡൗട്ടുണ്ട്, ഓട്ടോപ്സി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഈ റിസൾട്ട് വന്ന് ചേച്ചി ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി പെട്ടെന്ന് ഷോക്കായി പേടിച്ച് നിലവിളിച്ച് തലയെ കൈ വെച്ചൊരു കോർണറിൽ പോയിരുന്നു റൂമിൽ. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എന്ത് കാര്യം എന്ന് ചോദിച്ചപ്പോൾ, എടി അനിയത്തി മരിച്ച ടൈം നോക്കാൻ പറഞ്ഞു. അനിയത്തി മരിച്ച ടൈം എന്ന് പറഞ്ഞാൽ രാത്രി 8 മണിക്ക്. അപ്പോൾ അവളുടെ കൂടെ രാത്രി 12 മണിക്ക് എണീറ്റ് പോയത് ആരും അവളോട് സംസാരിച്ചതായി. ഞാൻ ജസ്റ്റ് ഫ്ലാഷ് ഓൺ ആക്കി നോക്കിയതോ പേടിച്ച അവളെ നെഞ്ചിടന്നിരിക്കുന്ന ഇച്ചിരി കൂടെ എൻ്റെ ഫാക്ട് കഴിഞ്ഞില്ലാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ തീർന്നന്. ഇനി അമ്മൂനെ അറിയുന്നുള്ളൊരു കഥ പറ. എന്താ ഇനി ഞങ്ങളൊരു കഥ പറയട്ടോ. കുഞ്ഞാവേ, നമുക്ക് നടന്നൊരു കഥ പറയാം. ഇനി മറ്റേ സംഭവം ഇല്ല, ഇപ്പം ഇവിടെ നടന്ന സംഭവം പറഞ്ഞു കൊടുക്കാം. ഇപ്പം നീ കഥവ് തുറന്ന് താഴെ പോയി നോക്കിയാൽ ശിവയും കുഞ്ഞാവയും കൂടെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഡൗട്ട് ഉണ്ടോ? 100% ഗ്യാരണ്ടി. ഡൗട്ട് ഉണ്ടോ? നീ ഒന്നും വേണ്ട, നീ നേരെ ഡോറ് തുറന്നിട്ട് ബാത്റൂമിൽ പോയി ശിവ ഉണ്ടോ മാത്രം നോക്കിട്ടോ. എന്നെ തൊടരുത്. ആര് പറഞ്ഞു? നോക്ക്, അവന്റെ കൈ തണുപ്പുണ്ടോ നോക്ക്. എന്റെ കൈ തണുപ്പുണ്ടോ നോക്ക്. ചിലപ്പോ ഞാൻ എവിടെയെങ്കിലും എന്ത് വീഴുന്നുണ്ടായില്ല.
അവന് സംശയമുണ്ടോ? നീ സംസാരിക്കട്ടെ. ഞാൻ അവൻ്റെ കയ്യിൽ മുന്നേ ഒരു കാര്യം പറഞ്ഞു റൂമിൽ എന്തോ തോന്നി. ചിലപ്പോൾ അവരടുത്താണ് അത് സംസാരിക്കുന്നത്, ആർക്കറിയാം. ലൈറ്റ് ഓഫ് വേണ്ട, ലൈറ്റ് ഓഫ് വേണ്ട. ലൈറ്റ് ഓഫ് ചെയ്യണോ? ലൈറ്റ് ഓഫ് ചെയ്യണം. കുഞ്ഞായിരുന്നു എനിക്ക് നല്ല പേടിയാവണ ശല്യങ്ങള്. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നീ താഴെ വരെ പോയി നോക്കിയിട്ട് തിരിച്ചു. ഞാൻ താഴെ പോയി, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. അയ്യോ, ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടാ. നീ റൂം തുറന്ന് നോക്കുമ്പോഴേ ഈ റൂമിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ഒന്നുമില്ല. നീ കുറച്ചുകൂടെ ഡോർ അടച്ചിട്ട് വീണ്ടും ഡോർ തുറക്കുമ്പം നീ വലിയൊരു കടലിൻ്റെ നടുക്ക് ഈ ഒരു റൂം മാത്രം കടലിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. മുകളിൽ കയറി നോക്കുമ്പോൾ മറ്റേ സിനിമയിൽ കണ്ടതുപോലെ എല്ല് ഫുള്ള് എല്ല് അസ്ഥി കൂടെ ഇങ്ങനെ കടലിൽ പൊങ്ങി കിടക്കുകയാണ്. ചത്ത് പൊങ്ങി കണ്ണൊക്കെ പുറത്ത് ചാടി പുഴുക്കളെല്ലാം വന്നു നാക്കൊക്കെ തള്ളി. അതിന് ഒരു ശവം തന്നെ എഴുന്നേറ്റ് പിടിക്കാൻ വന്നു. ആലോചിച്ച് നോക്കും. പെട്ടടിച്ച് തിരിച്ചു. ഇവിടെ പേടിപ്പിക്കാണെങ്കിൽ എന്നെ പറഞ്ഞു. ഇനി ഞാൻ വേറെ സത്യം പറഞ്ഞ ഞാൻ കുറച്ച് കഴിയുമ്പോൾ അമ്മ ഡോർ തുറന്ന് പറഞ്ഞ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. സത്യം ഇവളാണ് ഡോർ തുറന്ന് പറഞ്ഞെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. എന്നിട്ട് തിരിഞ്ഞു പോയി ഇവളെ മുഖം മാറണമെങ്കിൽ പെട്ടെന്ന് മുഖമില്ല. ആലോചിച്ച് മുഖമേ ഇല്ല ഇവൾക്ക്. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഈ കൈ അങ്ങ് ഒടിച്ചു വിടും, വീണ്ടും രക്തം പറഞ്ഞങ്ങ് ചാവും. ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ നമ്മളെപ്പോലത്തെ ഒരു രൂപം കാണുമെന്നുള്ള കാണാൻ ചിലപ്പോൾ ഉണ്ട്. എന്തോ പറയാനാണ്. നിനക്കൊരു കാര്യം അറിയാമോ? നമ്മളിപ്പോൾ ഈ കണ്ണാടിയിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അത് വേറൊരു ലോകമാണെങ്കിലോ? അതെനിക്ക് ഫീൽ ആയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഒരു ഇത് ഫീൽ ചെയ്യും. ഒരു തേർഡ് ഡൈമെൻഷൻ അല്ല സെക്കൻഡ് ഡൈമെൻഷൻ. തേർഡ് ഡൈമെൻഷനിലോട്ടായില്ല. ഈ ഒരു സംഭവം ഈ സറൗണ്ടിങ് നടക്കുന്നതൊന്നല്ല. ഇത് എന്ത് നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് കുഞ്ഞാവേ ഞാൻ ഇങ്ങനെ നടക്കാൻ പോണ കാര്യം എനിക്ക് ഓർമ്മ വരും. പെട്ടെന്ന് ഞാൻ പറയണ ശ്രദ്ധിച്ചിട്ടുണ്ടോ നീ? ഓഫീസിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം, അതായത് എനിക്കിങ്ങനെ ഫീൽ ചെയ്യും ഇതിങ്ങനെ ആവാൻ പോണം. നിനക്ക് വിരൽ ചൊറിയണ? എനിക്ക് വേദന എടുത്ത് എനിക്കിവിടെ ചൊറിയണത്. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ശിവച്ചാട്ടം തന്നെ ഇരിക്കും. അത് ഓക്കെയാണ്, ഞാൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനൊരു കുഴപ്പമില്ല. എൻ്റെ കൂടെ ഒരാളുള്ളത് നിനക്കറിയാമോ? കുഞ്ഞാ കരഞ്ഞതറിയാമോ നിനക്ക്? ഓഫീസിൽ കിടന്നു കുഞ്ഞാ ശിവച്ചാട്ടൻ്റെ കൂടെ ഉള്ള ഒരാൾ എനിക്കറിയാം. എൻ്റെ കൂടെ ഉള്ള ആൾ നിനക്കറിയാം. കുഞ്ഞാ ഒരിക്കൽ കണ്ട് രഞ്ജിത്ത് കണ്ടിട്ടുണ്ട്. രഞ്ജിത്ത് കണ്ടെന്ന് പറയുമ്പോൾ നിനക്ക് വിശ്വാസമായല്ലോ. രഞ്ജിത്ത് കണ്ടിട്ടുണ്ട്, കുഞ്ഞാവ് കണ്ടിട്ടുണ്ട്, വിശാൽ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം എനിക്ക് ഭ്രാന്ത് എടുത്തിട്ട് ഞാൻ അവിടുത്തെ കണ്ണാടി എല്ലാം അടിച്ചു പൊട്ടിച്ചോളാം, എല്ലാ കണ്ണാടി ഓഫീസിൽ. രഞ്ജിത്തിനെ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, കല്ല് പോലെ. അവനറിയാല്ല കല്ല് പോലെ ഒരുത്തി ആക്കിയതാണ്. പ്രേതം വന്നിട്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, നിന്നെ ഞാൻ കൊല്ലുവാണ്. അവൻ പറയും എന്ന് പറയും. അതാണ് അവൻ. ആടിൻ്റെ കുട്ടികളെ വിറ്റ്, അതുകൊണ്ട് അത് വിഷമം കൊണ്ട് വിളിക്കണതാണ്. അതാണ് ഞാൻ ഈ പട്ടിക്കുട്ടി അതാണ് പട്ടിക്കുട്ടികളെ കൊടുക്കല്ലെന്ന് ഞാൻ പറഞ്ഞു. അത് എ സിയുടെ സ്വിച്ച് തിരിഞ്ഞാണ്. നീ ഇങ്ങനെ ചെറിയ സൗണ്ടിലൊക്കെ പെട്ടെന്ന് ആ ഡോറിൽ പതുക്കെ തുറന്നു എന്നിട്ടൊരു കൈയും കൂടി ഇങ്ങനെ വരണം. സൗണ്ട് കേട്ടില്ലേ അമ്മ? സൗണ്ട് കേട്ടല്ലേ? പക്ഷെ ഞാൻ ഇപ്പം കഥവിൻ്റെ അവിടെ ഒരു രൂപം കണ്ടു. ഞാൻ ഇപ്പം വേണമെങ്കിൽ ഈ വീഡിയോ ഔട്ടിറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു മറ്റേ അസ്ഥി കൂടം ഇങ്ങനെ ഷാർപ്പായിട്ട് ഫോണിലൊക്കെ ഒരു സാധനം കാണണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സത്യമായിരിക്കും. അതൊരു എനർജിയാണ് അമ്മോ. നീ ഇപ്പം നോക്കുകയാണ്, ഇങ്ങനെ നോക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഒരാൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണേ ആയിരിക്കും. ചിലപ്പോൾ അവർ നിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ പറഞ്ഞായിരിക്കും. എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് എപ്പോഴെന്ന് പറയുമ്പോൾ ഫീൽ ചെയ്യണ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഇവിടെ ടേബിളിൽ ഇരുന്നിട്ടല്ലേ റെഡി ആവണത്. മീൻസ് ഈ മിറർ ഫേസ് ചെയ്യണത് അവിടെയാണ്.
അവിടെ നിന്ന് എന്നെ ആരോ നോക്കും പോലെ, മീൻസ് ഞാൻ ഇറങ്ങണത്. ഞാൻ മറ്റേ തത്തേരെ മിററിൽ വാച്ച് കണ്ടു അവിടെ ഒരാൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സീരിയസ്ലി മീൻസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശിവചേട്ടൻ പറഞ്ഞതിന് മുമ്പ് ഞാൻ തിരിഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് എനിക്ക് ശിവചേട്ടൻ കയറി വരും പോലെയാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും, ശിവചേട്ടൻ എങ്ങനെ തിരിയോ അമ്മ സത്യമായിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കും എപ്പോഴും. ഞാൻ മിക്കപ്പോഴും ഞാൻ നിന്റെ അടുത്തൊരു സത്യം പറയട്ടാ, നീ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി കിടക്കുമ്പോൾ കണ്ണോർന്ന് നോക്കിക്കൊണ്ട് കിടക്കും. ആ ഞാൻ ഇങ്ങനെ ഞെട്ടി വിറച്ച് ഇരിക്കും. നീ ഒന്ന് അനങ്ങമ്മോ? അല്ല. കുഞ്ഞാവെന്നനങ്ങ. കുഞ്ഞാവ അല്ല. അപ്പോൾ കണ്ണാടി കാണുന്ന രൂപം. ആ കുഞ്ഞാവ എന്നെ പേടിച്ച്. അങ്ങനെ ഞാൻ അമ്മ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ രാത്രി നോക്കുമ്പോൾ കണ്ണ് തുറന്ന് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിക്കും. അത് കുഴപ്പമില്ല, പല സൗണ്ടൊക്കെ തിരിഞ്ഞു നോക്കല്ലേ. ഇതിവിടെ ഉള്ള സാധനത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് ആ സൗണ്ടൊക്കെ കേൾക്കണത്. ഇത് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ എന്നെ സമ്മതിക്കില്ല. അപ്പം നീ നോക്കിയോ, ഇത് കേൾക്ക്. എന്നിട്ട് ഞാൻ ഇങ്ങനെ വിളിക്കും നിന്നെ, അമ്മോ അനങ്ങൂല, അമ്മോ അനങ്ങൂല. പെട്ടെന്ന് കണ്ണടയ്ക്കും. എന്നിട്ട് ഞാൻ വീണ്ടും വിളിക്കുമ്പോൾ എന്താ ചോദിച്ചേട്ടാ നിന്നെ കണ്ണ് തുറക്കും. അപ്പോഴത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ രാത്രി വിളിക്കണം ശ്രദ്ധിച്ചിട്ടുണ്ട്. നീ രാത്രി തട്ടി വിളിച്ചിട്ട് ആരുടെ ഡോറ് തട്ടിയ? അമ്മയായിരിക്കും. ഞാൻ കേട്ട്. ആ കേട്ട്. ആരെ വന്ന് നോക്കാം. അമ്മയായിരിക്കും ഡി. അമ്മ അമ്മ രഞ്ജിത്തായിരിക്കും ഡി. രഞ്ജിത്ത് ഇപ്പം വിളിച്ചല്ലേ ഉള്ളൂ. കുഞ്ഞാവ് പോയി തുറ. കുഞ്ഞാവേ കുഞ്ഞാവ് നീ പോയി തുറക്കാതിരിക്കാൻ പറ്റത്തില്ല. തട്ടി പിടിച്ചാൽ തുറക്കണം. മുട്ടും തുറക്കപ്പെടുമെന്നാണ്. എടാ അവ രഞ്ജിത്തടാ, തുറയടാ. നമ്മൾ പറഞ്ഞല്ലേ കേട്ടിട്ടുണ്ടായിരിക്കും. രഞ്ജിത്താണെങ്കിൽ കഥവിൻ്റെ ഫ്രണ്ടിൽ കാണുമല്ലോ, അല്ലെങ്കിൽ പോവുമല്ലോ. എന്തായാലും ഫ്ലാഷ് ഓണാക്കി പോവാം. എടാ എൻ്റെ അടുത്ത് വരാൻ കൈ വയ്യ. കാല് മുറിഞ്ഞ സ്ഥലം അത് വിതിർക്കാതാ. എന്തുവാടെ അവിടെ ആരും ഇല്ലേ? ആര് എങ്ങനെ ഡേ വന്ന് കിടന്നടാ അവിടെ തന്നെ മലന്ന്. നമുക്കൊരു കാര്യം ചെയ്ത് വൈൻഡപ്പ് ചെയ്ത് ശരിയാവൂല. പറ. എന്റെ മുറിവിലാണ് ഇറക്കണ. ഓ നമുക്ക് നിർത്താം കളി കാര്യമാവും. നിർത്താം. എന്നാ ഞാൻ ഇനി ഒരു എന്നാ ഭയം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ അതാരും നോക്കാതെ